ചിലർ വാക്കുകൾ കൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ചിലർ മൗനം കൊണ്ട് വേദനിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ വേദന നമ്മൾ വളരെയധികം വിലമതിക്കുമ്പോൾ ആരെങ്കിലും നമ്മെ അവഗണിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നു. എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും പോസിറ്റീവായി തുടരുകയും ചെയ്യുക. ഒരു സാഹചര്യം മാറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ മാറ്റുക. ഓർക്കുക, നിങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്, ജീവിത രീതിയിലല്ല. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരെ ബഹുമാനിക്കുക. അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക. മറ്റുള്ളവരെ പ്രവൃത്തികൾ നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെയല്ല, നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ്. ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 കാര്യങ്ങൾ പകർന്നു നൽകുക. ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ, രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ. നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ്. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ. സ്വന്തം മനസ്സിൻ്റെ മനോഭാവം അനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്ന കാഴ്ചകളുടെ ഭംഗി. നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ്. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്നത് ധർമ്മവും. നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും. ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ്. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും. അവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളുമായി മുന്നോട്ട് പോവുക. നിങ്ങൾ അനുഭവിച്ച വേദനകൾ നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങൾ നേരിട്ട വഞ്ചനകൾ നിങ്ങളെ കൂടുതൽ വിവേകം ഉള്ളവരാക്കുന്നു. നിങ്ങൾ അനുഭവിച്ച നിരാശകൾ നിങ്ങളെ കൂടുതൽ വിദഗ്ധരാക്കുന്നു. നിങ്ങൾ ആർജിക്കുന്ന അനുഭവജ്ഞാനം നിങ്ങളെ കൂടുതൽ ബുദ്ധിമാന്മാരാക്കുന്നു. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. അംഗീകരിക്കാൻ മടിച്ച് ചിലർ നൽകുന്ന പരിഹാസം തന്നെയാണ് പ്രശസ്തിയിലേക്കുള്ള പാത തുറന്നു തരുന്നതും. ജീവിതത്തിൽ ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ മുൻപ് സന്തോഷം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. നമ്മുടെ പ്രവൃത്തികളെ ആരും മൂല്യം കൽപ്പിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കരുത്. നമ്മൾ അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ലക്ഷ്യത്തിലേക്ക് നീങ്ങണം.